CPI നേതാവ് പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ച് CPI ജില്ലാ എക്സിക്യൂട്ടീവ്. CPI സംസ്ഥാന കൗൺസിൽ അംഗം PK രാഗേഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TR രഘുവരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ നമുക്കറിയാം അദ്ദേഹം മുൻ MLA ആയിരുന്നു, എറണാകുളം CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇത്രയും പദവികൾ വഹിച്ച ഒരാളുടെ മരണത്തിന് പിന്നാലെയാണ് കുടുംബം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം വന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും അവിടെ പൊതുദർശനത്തിന് പാർട്ടി ഓഫീസിൽ വയ്ക്കേണ്ട എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CPI ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എന്താണ് അവരുടെ ഒരു വിലയിരുത്തൽ? എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്നലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ മുൻ MLA പറവൂർ MLAയും എല്ലാം ആയിരുന്ന പി രാജു, അദ്ദേഹത്തിൻ്റെ മരണശേഷം ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിന് എതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ഈ നടപടി കൺട്രോൾ കമ്മീഷൻ ഇടപെട്ട് തടഞ്ഞിട്ടും അത് നടപ്പിലാക്കിയില്ല എന്നുള്ള ഒരു ആരോപണമെല്ലാമാണ് ഉയർന്നു വന്നത്. മാത്രമല്ല PK ഇസ്മായിൽ അടക്കമുള്ള ആളുകൾ ചില ഫേസ്ബുക്ക് കുറിപ്പുകളെല്ലാം ഇട്ടിരുന്നു. ഇതിനൊക്കെതിരെ പലവിധ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. എന്തായാലും ഈ കൺട്രോൾ കമ്മീഷൻ നടപടി റദ്ദ് ചെയ്തിട്ടും അത് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള ആക്ഷേപം. ആ ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ഒന്ന് PK രാഗേഷാണ്, അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. മറ്റൊന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള TR രഘുവരനാണ്. ഈ രണ്ടുപേരെയും ചേർത്തുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ കമ്മീഷൻ ഇത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി ഉടൻ തന്നെ ആ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നീട് ഈ റിപ്പോർട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവിന് കൈമാറാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ വഴിവെക്കുന്നത്. മാത്രമല്ല, പി രാജുവിനെ അനുകൂലിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ വേരോടെ അറക്കുകയായിരിക്കാം ഒരു പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം ആരോപണങ്ങൾക്ക് തടയിടുന്നതിനുള്ള ഒരു നടപടിയായിരിക്കാം. എന്തായാലും CPIയിൽ വരും ദിവസങ്ങൾ പൊട്ടിത്തെറിയുടെ നാളുകളായിരിക്കുമെന്നാണ് കരുതേണ്ടത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.